അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1 2 3 4 ടിഫിന് വരാനൊരു മടി, 4 ടിഫിൻ. അപ്പം ആദ്യം ഇത് യെല്ലോ റൈസാണ്, ലെമൺ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നാരങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. പിന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇത് നമ്മുടെ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് തോരനുണ്ടാക്കിയതാണ്. ഇത് വെണ്ടയ്ക്ക കടലമാവിലിട്ട് ഉണ്ടാക്കിയത്. ഒരുപാട് ദിവസമായി ഉണ്ടാക്കി, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ കറിയായിട്ടിപ്പം ഞാൻ തൈരിനകത്ത് ഇച്ചിരി പിക്കിളിട്ട്, തൈര് ബീറ്റ് ചെയ്ത് പിന്നെ അതിനകത്ത് പിക്കിളിട്ടുകൊണ്ട് വന്നു. പിന്നെ എല്ലാവരും റെസിപ്പി കണ്ട് കാണും. വെണ്ടയ്ക്ക കടലമാവിലിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ രണ്ടും ഡ്രൈ ആയി പോയതുകൊണ്ട് തൈര് ഞാൻ കൊണ്ടുവന്നത്. ആക്ച്വലി പപ്പടം മിസ്സിങ്ങാണ്. ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞ് കിട്ടും. പല പപ്പടം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു കമ്പനിയുടെ പപ്പടം മാത്രമേ എയർ ഫ്രയറിൽ നല്ല പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. എല്ലാ പപ്പടം പൊങ്ങി വരാറില്ല. എന്തായാലും എല്ലാം കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. യെല്ലോ റൈസ് തന്നെ കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണ്. ബാസ്മതി റൈസ് കൂടെ ആകുമ്പോൾ